everyone, I'm Krishnavini and I'm a master's student in clinical psychology. So, I've been thinking about discussing our topic with some parents out there. നമുക്ക് പരിചയമായ ടോപ്പിക് തന്നെയാണ്. ഇറ്റ്സ് എ ടോപ്പിക് ദറ്റ് വി ഓൾ ഹിയർ. ഇപ്പോൾ പലയിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ദ ഫോൺ അഡിക്ഷൻ ഇൻ കിഡ്സ്. സോ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് വൈ ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോളിപ്പോൾ ഭയങ്കര ഫോൺ അഡിക്റ്റാണ്, ഫുൾ ടൈം അതിലാണ്, പഠിക്കുന്നില്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, മാർക്ക് കുറയുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഞാനും ഈ അടുത്ത് കുറേ പാരൻസിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കേട്ട ഒരു കാര്യമാണത്. ആൻഡ് ഓൾസോ മൈ മോം ഇസ് എ ടീച്ചർ. അപ്പോൾ അമ്മയും പറയാറുണ്ട് കുറേ കുട്ടികളുടെ പാരൻസ് ഇങ്ങനെ വന്ന് പറയുന്നു എന്നുള്ളത്. സോ ഐ വിസ് തിങ്കിങ് അബൌട്ട് ദ reason for which it's happening. And while thinking about this, എനിക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കേണ്ടത് പാരൻസിനോടാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ലൈക്ക് വൈ? നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയിട്ട് എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ടോ ആരെങ്കിലും അടുത്ത് പോയിട്ട് പറയുമ്പോൾ എൻ്റെ മോളിപ്പോൾ ഭയങ്കരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അങ്ങനെയാണ്, വീട്ടിലൊന്നും ചെയ്യുന്നില്ല, പറഞ്ഞു കേൾക്കുന്നില്ല, അവൾ ഫുൾ ടൈം ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഫുൾ ടൈം ഗെയിം കളിക്കുകയാണ്, ഇതെല്ലാം പറയുമ്പോൾ വാട്ട് ഡു യു തിങ്ക് വൈ? അവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുക. എന്തുകൊണ്ട്? വൈ മൈ ചൈൽഡ് ഇസ് അഡിക്റ്റഡ് ടു എ ഫോൺ? സോ വെൻ ഐ കമ്പൈൻ ദിസ് ക്വസ്റ്റ്യൻ, ഞാനിതെല്ലാം കൂടെ ആലോചിച്ച് റിസർച്ച് പേപ്പേഴ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് ഇറ്റ് ഷോർട്ടൻഡ് ഇൻ ടു 3 reasons. ലൈക്ക് ദ 3 reasons ദറ്റ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അത് നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കുറവാണ്, പക്ഷേ ഐ തിങ്ക് ദ 3 reasons ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ മെയിൻലി നമ്മൾ ഒരു കുട്ടി ഫോൺ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അവനോട് പറയാറുണ്ട്, അല്ലെ അവളോട് പറയേണ്ട, എടാ യൂസ് ചെയ്യല്ലേ, യു വിൽ ഗെറ്റ് അഡിക്റ്റഡ് ടു ഇറ്റ്, അല്ലേ? സോ അവിടെ ആ ഒരു തെറ്റുകാരൻ, ഇത് തെറ്റല്ല, പക്ഷെ ആ ഒരു തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരിയാവുന്നത് ആരാ? കുട്ടിയാണ്. പക്ഷേ ഞാനിത് ആക്ച്വലി കാണുന്ന ഒരു വേറെ പേഴ്സ്പെക്റ്റീവ് എന്നാണ്. ആ പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇത് ആക്ച്വലി തെറ്റ് പാരൻസിൻ്റെ ഭാഗത്തു നിന്നല്ലേ. I'll explain why I think it, and I'll explain the 3 reasons which explains how a child is getting addicted to a phone. So the first reason for mobile phone addiction in a kid can be early mobile phone introduction. നമ്മൾ കാണാറുണ്ട്, ഒരു കുട്ടി ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഫുഡ് കഴിക്കുന്നില്ല, വിൽ ഗിവ് ദം ഫോൺ, അടങ്ങിയിരിക്കുന്നില്ല, കാർട്ടൂൺ വെച്ച് കൊടുക്കുക, അങ്ങനെ എന്തോ ആവട്ടെ, നമ്മുടെ എന്ത് റീസൺസ് ആയാലും നമ്മൾ ആ കുട്ടിക്ക് കാർട്ടൂൺ അല്ലെങ്കിൽ ആ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എഫക്റ്റിംഗ് ദെയർ ബ്രെയിൻ ഫസ്റ്റ് തിങ്, ആൻഡ് ഇറ്റ്സ് എഫക്റ്റിംഗ് ഹൗ ദേ ആർ ഗോണ ബി ഇൻ ദ ഫ്യൂച്ചർ. സോ അങ്ങനെ ആ ഒരു ഏർലി സ്റ്റേജിൽ ഫോൺ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായി കഴിയുമ്പോൾ എൻ്റെ കുട്ടി ഇപ്പോഴും ഫോൺ ഉപയോഗിക്കുക, എൻ്റെ കുട്ടി ഫുൾ ടൈം ഫോണിലാന്ന് പറയുന്നതിന് യാതൊരു കാര്യമില്ല. കാരണം നിങ്ങളാണ് അവർക്ക് ആ ടൈമിൽ ഒന്നും അറിയാത്ത സമയത്ത് ആ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. നമ്മൾ ചില മീമിലൊക്കെ കാണുന്നുണ്ട്, കുട്ടി വയറിൽ കിടക്കുമ്പോൾ തന്നെ ഫോൺ യൂസ് ചെയ്യുക, നേരെ പുറത്തിറങ്ങി വന്ന് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളത്. അത് ഇപ്പോഴത്തെ ഒരു വേൾഡിൽ ആയിട്ടില്ല. ഇനി എന്താവും എന്നറിയില്ല, പക്ഷേ ഇതുവരെ ഇപ്പോൾ വരെയുള്ള വേൾഡിൽ അങ്ങനെ ഒരു കുട്ടി ഒറ്റയ്ക്ക് എണീറ്റ് ചെയ്യുന്നത് ആയിട്ടില്ല. സോ ആ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ആ മൊബൈൽ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും പാരൻസ് തന്നെയാണ്. പാരൻസ് ആയിക്കോട്ടെ, ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ. സോ ആ ഒരു എൻവറോൺമെൻറ്റിലുള്ള ആൾക്കാരാണ് അതെന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏർലി സ്റ്റേജിൽ ആ കുട്ടിക്ക് ഗ്രോത്ത് വരുന്ന, നേർച്ചർ ആവുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു ഈ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതിൻ്റെ ഉള്ളിൽ ഓരോ എലമെൻസിനും ഓരോ പാർട്ടുകളുണ്ട്. അപ്പോൾ അത് ഓരോന്ന് എന്തിനാണ് എഫക്റ്റ് ചെയ്യുക? ഇപ്പോൾ അവർ കാണുന്ന കാർട്ടൂൺസ് ആയിക്കോട്ടെ, അഡിക്ഷൻ ഉള്ള കാർട്ടൂൺസ്, അതെങ്ങനെയാണ് ആ കുട്ടീനെ അവിടെ പിടിച്ചിരുത്താനുള്ള സാധനങ്ങൾ വരെ ആ കാർട്ടൂൺസിനുള്ളുണ്ട്. ഇപ്പോൾ മെയിൻലി എല്ലാവരും കണ്ടുവരുന്ന, കുട്ടികൾ കാണുന്നവരാണ് കൊക്കോമെലൻ. ദറ്റ്സ് വെരി ഡേഞ്ചറസ് ആക്ച്വലി. അതിൻ്റെ എപ്പോഴും അത് നിങ്ങൾ പാരൻസ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ കളേഴ്സ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അതിൻ്റെ എലമെൻറ്റ്സ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് മേക്ക് കിഡ്സ് അഡിക്റ്റഡ് ടു ദാറ്റ് കാർട്ടൂൺ. സോ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ ഓരോ കാർട്ടൂണിൻ്റെ ഉള്ളിലും നല്ലതുണ്ട്, പക്ഷേ നല്ല ഇൻഫർമേഷൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ദെയർ ആർ കാർട്ടൂൺസ് വിച്ച് മേക്ക് കിഡ്സ് അഡിക്റ്റഡ്. അത് ആ സമയത്ത് ആ ഒരു സ്ക്രീനിനായിരിക്കും അഡിക്റ്റ് ആവുന്നത്. പിന്നെ ഓരോ സാധനങ്ങൾക്ക് ആ കുട്ടി അഡിക്റ്റ് ആയി വരാം. സോ പ്ലീസ് ഡോണ്ട് ഇൻട്രൊഡ്യൂസ് മൊബൈൽ ഫോൺ ഓർ എനി ടെക്നിക്കൽ ഡിവൈസസ് ടു എ സ്മോൾ ബേബി. കാരണം that's gonna affect their whole future. So that's one of the first and main reason. And the second reason is lack of time of parents to spend with their child. ഈ ഒരു വേൾഡിൽ അത് അത്ര എളുപ്പമല്ലാന്ന് എനിക്കറിയാം. കാരണം എവ്രി വൺ ഈസ് റണ്ണിങ്
ഓൺ ഡൂയിങ് ദയർ ജോബ്. പാരൻസ് ആയിക്കോട്ടെ രാവിലെ വീട്ടിലെ കാര്യങ്ങൾ കഴിയുന്നു, ജോലിക്ക് പോകുന്നു. ദാറ്റ് ഈസ് ബോത്ത് ദ ജെൻഡേഴ്സ്. അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ രണ്ടുപേരും രാവിലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, വരുന്നു, പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഭയങ്കര ബിസിയാണ്. ഈ പാരൻസിനേക്കാളും കുട്ടികളും ബിസിയാണ്. രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ച് വന്നാൽ ട്യൂഷൻ ഉള്ളവരുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം കളിക്കാൻ കിട്ടിയാൽ കളിക്കുന്നവരുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഇത്രേ ഉള്ളൂ. സോ ഇതിൻ്റെ ഇടയ്ക്ക് വേർ ഇസ് ദ ടൈം ദാറ്റ് യു ആസ് എ പാരൻ്റ് ആർ ഗിവിങ് ടു യുവർ ചൈൽഡ്? അത് സംസാരിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിനും ആയിക്കോട്ടെ. പക്ഷേ ആ ടൈമെന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇസ് വെൻ യു ഡോണ്ട് ഹാവ് മൊബൈൽ ഫോൺ ഇൻ യുവർ ഹാൻഡ്സ്. നമ്മൾ ഒരുമിച്ച് ഒരു ഫാമിലി ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ മൊബൈലുണ്ട്, അവരത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടിക്ക് തോന്നില്ലേ ഇവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് ഉപയോഗിച്ചാൽ എന്താ? ദേ ഹാവ് ഇറ്റ്, ദെൻ വൈ കാൻറ്റ് ഐ? അത് ആ ഒരു ക്വസ്റ്റ്യൻ ആ കുട്ടിയിലുള്ള എന്തായാലും പോയിട്ടുണ്ടാവും. ലൈക്ക് ഓക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്, ദെൻ ഐ എം ഗോണ യൂസ്. ഞാൻ ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു ക്ലാസ്, മൊബൈൽ അഡിക്ഷൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോയ ടൈമിൽ ഐ ആസ്ക്ഡ് ദം ലൈക്ക് നിങ്ങളെങ്ങനെയാണ് മൊബൈലിന് അഡിക്റ്റ് ആണോ എന്ന് ചോദിച്ചു. ദാറ്റ് ടൈം എന്നോട് ആ കുട്ടികൾ പറഞ്ഞത് ഞങ്ങളല്ല, പക്ഷെ ഞങ്ങളുടെ പാരൻസ് ആണെന്ന്. അതാ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പോൾ കുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കിട്ടാറില്ല, പക്ഷെ ഞങ്ങളുടെ പാരൻസ് ഫുൾ ടൈം യൂസ് ചെയ്യും. സോ മൈ പാരൻസ് ആർ അഡിക്റ്റഡ് ടു മൊബൈൽ. സോ ആ ഒരു കാര്യം കുട്ടികളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ബ്രെയിൻ്റെ ഉള്ളിൽ, ആ ഒരു കുഞ്ഞു കുട്ടിയെന്ന് വെച്ചോ, ആ ഒരു കുട്ടി ബ്രെയിൻ്റെ ഉള്ളിൽ എന്തിനാണ് പാരൻസ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഓഫീസിലെ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഫോൺ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോൺ യൂസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. അവർക്ക് ആ ഫോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിം കളിക്കാം, അല്ലെങ്കിൽ വീഡിയോസ് കാണാം, വീഡിയോസ് ചെയ്യാം, അതൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളിലുണ്ടാവുക. അല്ലാണ്ട് എൻ്റെ പാരൻസ് അങ്ങനെ അതിപ്പോൾ നമ്മൾ അവനോട് ഞാൻ ഓഫീസിലെ കാര്യം ചെയ്യണം, നിനക്ക് ഗെയിം കളിക്കാൻ വേണ്ടി ഫോൺ തരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ കുട്ടി നോക്കുമ്പോൾ അവനതൊന്നും പോവില്ല, അല്ലെങ്കിൽ അവർക്കതൊന്നും മനസ്സിലാവില്ല. അവർ നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. സോ പ്ലീസ് വെൻ ദേ ആർ വിത്ത് യു, വെൻ കിഡ്സ് ആർ വിത്ത് യു, പ്ലീസ് കീപ് യുവർ ഫോൺ അവേ. ലൈക്ക് യൂസ് ചെയ്യാതിരിക്കുക, അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. ആ ടൈം അവരുടെ ഒപ്പം സംസാരിക്കാൻ എടുത്തോളൂ. ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഹാവ് എ ബെറ്റർ ഫ്യൂച്ചർ. ആ ഒരു ഫോൺ അഡിക്ഷൻ എന്നുള്ള സാധനം മാറ്റാൻ സഹായിക്കും അത്. നൗ ഐ ഹാവ് ദ തേർഡ് റീസൺ, ദാറ്റ് ഇസ് ഫ്രണ്ട്ലി പാരൻറ്റിങ്. ദാറ്റ്സ് എ വേർഡ് ഐ എം ഹിയറിങ് എ ലോട്ട് ദീസ് ഡേയ്സ്. കുറേ ഞാൻ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്ലി പാരൻസാണ്, സോ ഐ ഗേവ് എവറിത്തിങ് ടു മൈ കിഡ്. അത് ഞാൻ കുറേ കേൾക്കുന്നുണ്ട്. വേണം, ഫ്രണ്ട്ലി ആവണം പാരൻസ്. കുട്ടികൾക്ക് പാരൻസിനോട് ഒന്നും പറയാൻ ഭയം ഉണ്ടാവരുത്. എല്ലാം ഈസി ആയിട്ട് പറയാൻ പറ്റണം കുട്ടികൾക്ക്. എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മ അവിടെ ഉണ്ടാവും, അവർ കേൾക്കും, അതിൻ്റെ കാരണം മനസ്സിലാക്കും. നേരെ എന്നെ ചീത്ത പറയാണ്ട് അതിൻ്റെ കാരണം മനസ്സിലാക്കും എന്ന് കുട്ടികൾക്ക് ഉറപ്പുണ്ടാവണം. അപ്പോഴേ അവരെല്ലാം വന്ന് പറയുള്ളൂ. പക്ഷേ ദാറ്റ് ഡസൻ മീൻ അവർക്ക് പ്രായത്തിന് മുന്നേ അവർക്ക് വേണ്ടത് ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ വേണമെന്നുണ്ടല്ലോ. അതല്ലാണ്ട് ബാക്കി എല്ലാം മേടിച്ചു കൊടുത്ത് ഫ്രണ്ട്ലി പാരൻസ്, ദാറ്റ്സ് നോട്ട് ദ ഡെഫിനിഷൻ ഓഫ് ഫ്രണ്ട്ലി പാരൻസ്. നെവർ. ഞാനിപ്പോൾ ഇടയ്ക്ക് കുറച്ച് പാരൻസ് കണ്ടു. അതാണ് ദാറ്റ്സ് വെൻ ദിസ് കോഴ്സ് കെയിം ടു മൈ മൈൻഡ്. സോ ആ ഒരു ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്ക്, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഈ ഒരു കുട്ടിക്ക് ഡു ദേ റിയലി നീഡ് എ ഫോൺ ഓഫ് ദെയർ ഓൺ? ഐ ഡോണ്ട് തിങ്ക്. ഐ നെവർ അഗ്രി ടു ഇറ്റ്. കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ ഏജ് അനുസരിച്ച് വേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കണം. ദേ നീഡ് ടു യൂസ് ഫോൺ. കാരണം അത് ഇന്നത്തെ ഒരു ടെക്നോളജിയുടെ പാർട്ടാണ്. ആൻഡ് ആ കുട്ടികൾ ഇന്നത്തെ ജനറേഷനാണ്. അപ്പോൾ നമ്മളവരെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ദേ നീഡ് ഫോണിൻ്റെ ആവശ്യമുണ്ട് ഉറപ്പായിട്ടും. പക്ഷേ വെൻ ദേ ആർ വെരി സ്മോൾ, കീപ് ലിമിറ്റ് ടു ഇറ്റ്. കളിക്കണോ, ഞാൻ ഫോൺ തരാം, ഹാഫ് ആൻ അവർ, യു ക്യാൻ യൂസ് എ ഫോൺ ഫോർ ഹാഫ് ആൻ അവർ ആൻഡ് ഗിവ് ഇറ്റ് ടു മീ ബാക്ക്. അതിന് ആ ഒരു ടൈം ലിമിറ്റ് നിങ്ങൾ വയ്ക്കണം. ആസ് എ പാരൻസ് യു ഷുഡ് ഡു ഇറ്റ്. അല്ലാണ്ട് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്വന്തമായി ഒരു ഫോൺ മേടിച്ചു കൊടുത്ത്, സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുത്തിട്ട്, കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഒരു ടീൻ ആകുമ്പോഴേക്കും എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് ഫുൾ അഡിക്റ്റാണ്. അതിപ്പോൾ ചീത്ത കാര്യത്തിലാവണമെന്നില്ല, പക്ഷെ ഫോണിൽ ഫുൾ ടൈം അഡിക്റ്റാണ്, അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മേ ബി ആ പാരൻസ് വിൽ ബി കീപ്പിംഗ് ആ റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ടാവും. ഫോൺ ഇന്ന സമയത്തെ തരുള്ളൂ എന്നൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷെ ദാറ്റ്സ് ഓൾസോ നോട്ട് എ റീസൺ ടു ഗിവ് ദെയർ ഓൺ പേഴ്സണൽ ഫോൺ ഈ ഒരു ഏജിൽ. ദാറ്റ്സ് ഗോണ മേക്ക് ദം അഡിക്റ്റ്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കഹോൾ കുടിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന സാധനങ്ങളല്ല, അത് ഇതുപോലെയുള്ള എല്ലാത്തിനും ഉണ്ട്. ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾ, സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്ന ഒരാൾ, അത് കിട്ടാതെ വരുമ്പോഴുള്ള സിംറ്റം നമുക്കറിയാമല്ലേ.
അവരുടെ കൈ വരയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം അത് ആൽക്കഹോൾ കുടിക്കുന്നവർക്ക് മാത്രം ഉണ്ടാകുന്ന സിംറ്റംസ് അല്ല. ദാറ്റ് ക്യാൻ ഓൾസോ ബി എ സിംറ്റം ഓഫ് ഫോൺ അഡിക്ഷൻ. കാരണം അത് ഫോൺ കിട്ടാതെ വരുമ്പോൾ, ഫോൺ വിഡ്രോ ആയി പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആൻസൈറ്റി, സ്ട്രെസ്സൊക്കെ വളരെ വലുതായിരിക്കും അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ക്യാൻ ഓൾസോ ലീഡ് ടു സൂസൈഡ് ഐഡിയേഷൻ. നമ്മളിപ്പോൾ എത്രയോ കുട്ടികൾ കണ്ടിട്ടുണ്ട് ഗെയിമിന് തോറ്റു അല്ലെങ്കിൽ ഫോൺ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൂസൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ക്യാൻ ബി എ വെരി ഗുഡ് കോസ് അവരുടെ ഫ്യൂച്ചർ റൂയിൻ ചെയ്യാനായിട്ട്. സോ പ്ലീസ്, ഇൻ ദ നെയിം ഓഫ് ഫ്രണ്ട്ലി പാരൻസ്, ഡോണ്ട് റൂയിൻ ദയർ ഫ്യൂച്ചർ. ആ കുഞ്ഞു കുട്ടീൻ്റെ വേണ്ടത് എത്ര ഉള്ളൂ. അവർക്ക് കളിക്കാൻ കുറച്ച് ടോയ്സും നിങ്ങളുടെ കുറച്ച് ടൈമും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദറ്റ് കിഡ് വിൽ ബി ഹാപ്പി. ഡോണ്ട് ഗിവ് ദം ഫോൺ. ഡോണ്ട് ഗിവ് ദം ദെയർ ഓൺ പേഴ്സണൽ ഫോൺ പ്ലീസ്. ഈ ഒരു അടുത്ത് ഞാൻ കണ്ടൊരു എക്സാമ്പിളാണ്. വെൻ ഐ വാസ് ട്രാവലിംഗ് ഇൻ എ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ ബാക്കിലായിരുന്നിരുന്നത്. സോ ഷീ വാസ് വെരി ക്യൂട്ട്. ഓക്കെ, നല്ല ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ബിക്കോസ് ഷീ ഈസ് വെരി ക്യൂട്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും. അപ്പോൾ അവൾ കയറിയപ്പോൾ തന്നെ അവളുടെ ഒരു ഫോണുണ്ട്. അവൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആഫ്റ്റർ സം ടൈം, ഞാനെപ്പോഴും നോക്കുന്നുണ്ട് കാരണം കൊച്ചിന് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട്. ആഫ്റ്റർ സം ടൈം ഹർ ഫാദർ ഗോട്ട് ദ ഫോൺ ബാക്ക്. മതി എന്ന് പറഞ്ഞിട്ട് മേടിച്ചു. ഷീ സ്റ്റാർട്ടഡ് ക്രൈം. കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. അവളുടെ എവിടെയോ മുറിഞ്ഞ പോലെ അവൾ കരയാൻ തുടങ്ങി. എന്നിട്ട് കുറേ കരഞ്ഞു. ഫാദർ കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൾ എടുത്തിട്ട് ഷീ സ്റ്റാർട്ടഡ് പ്ലേയിങ് അഗെയിൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ മേടിച്ചു. പിന്നെ കരച്ചിൽ തുടങ്ങി. കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ ഫ്ലൈറ്റ് കെൻ ഹിയർ ഇറ്റ്. ദ ഹോൾ പീപ്പിൾ ഇൻ ദ ഫ്ലൈറ്റ് കെൻ ഹിയർ ഇറ്റ്. അങ്ങനെ അവൾ കരഞ്ഞത്. അച്ഛനെ കരഞ്ഞ് കുട്ടി ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ ആൾക്കാർ, അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പറയണ്ടാവും ആ കുട്ടി എന്താ അഡിക്റ്റാണ് ഫോണിന്. പക്ഷെ ആരും ചിന്തിക്കുന്നുണ്ടാവില്ല എന്തുകൊണ്ട് ആ കുട്ടി അഡിക്റ്റൊന്നും. ആ പാരൻ്റ് എന്തിന്, ആ കുട്ടി എങ്ങനെ അതിന് ഇൻട്രൊഡ്യൂസ് ആയി, എങ്ങനെ ആ കുട്ടിക്ക് ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ ഇത്ര കുഞ്ഞ് ഏജിൽ, അതൊരു LKG UKG ഓർ ഫസ്റ്റിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഇത്ര കുഞ്ഞ് ഏജിൽ എങ്ങനെ ആ കുട്ടി ഈ ഒരു കരയുന്ന ഭാഗത്തേക്ക് എത്തി. തന്നില്ലെങ്കിൽ ഞാൻ ഫുള്ള് കരയും എന്നുള്ള ഭാഗത്ത് എങ്ങനെ എത്തിയെന്ന് ഐ തോട്ട്. ഓബ്വിയസ്ലി ആ പാരൻറ്റ് അങ്ങനെ ചെയ്യരുതായിരുന്നു. അത് നേരത്തെ തന്നെ ഒരു ലിമിറ്റ് വെച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ലിമിറ്റ് കഴിഞ്ഞ് തിരിച്ചു മേടിക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ല. കാരണം ആ കുട്ടിക്ക് അറിയാം ഓക്കെ ഇത് തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ്, അല്ലാണ്ട് അവളുടെ തന്നെ അല്ല, അവൾക്ക് ഫുൾ നേരം കളിക്കാനുള്ളതല്ല അത് എന്നാൽ ആ കുട്ടിക്കറിയാം. സോ ദാറ്റ് ഈസ് ദ മെയിൻ 3 reasons that I found out for the question why kids are addicted to phone. I hope this video helped even some of the parents out there. So that's it. Thank you so much for hearing out. Thank you. Bye.